പാളീസായി കെ ഫോൺ പദ്ധതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ച കെ ഫോൺ പൊളിഞ്ഞ് പാളീസായെന്ന് സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട്. 150 കോടിയുടെ വാർഷിക വരുമാനം ലക്ഷ്യമിട്ട് അതിവേഗം മുന്നേറുകയാണെന്ന് കെ ഫോൺ അധികൃതരുടെ അവകാശവാദം നിലനിൽക്കെ ആദ്യഘട്ടം പ്രഖ്യാപിച്ച സൗജന്യ കണക്ഷന്റെ പകുതി പോലും പൂർത്തിയായില്ല എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിലും മറ്റുള്ളവർക്ക് മിതമായ വിലയിലും ഇന്റർനെറ്റ് എത്തിക്കുകയും ഡിജിറ്റൽ സമത്വത്തിലൂടെ നവകേരള നിർമ്മിതിയായിരുന്ന പിണറായി സർക്കാർ കെ ഫോൺ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ സർക്കാരിന്റെ കാലത്ത് ഒന്നാം ഘട്ട ഉദ്ഘാടനവും 2021 പദ്ധതി പൂർത്തീകരണവുമായിരുന്നു ലക്ഷ്യമിട്ടത്. പിന്നീട് അതിനെ ശാക്തീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് വർഷം 3 ആയിട്ടും സംഗതി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. 14,000 കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ ഇതാ ഒരു മാസത്തിനകം എന്ന് പറഞ്ഞ് വർഷം 1 തീരാറായിട്ടും പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൗജന്യ കണക്ഷന്റെ എണ്ണം വെറും 5,856 മാത്രം. 30,000 സർക്കാർ ഓഫീസ് ലക്ഷ്യമിട്ടതിൽ കെ ഫോൺ വക നെറ്റ് കിട്ടുന്നത് 21,311 ഇടത്ത് മാത്രമെന്ന് സർക്കാർ സമ്മതിക്കുന്നു. വാണിജ്യ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് എൻ്റെ കെ ഫോൺ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സജ്ജമാക്കിയെന്നും പറയുന്നുണ്ടെങ്കിലും ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ മറ്റ് വിവരങ്ങളൊന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കണക്ഷൻ നടപടികൾക്ക് ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ കണ്ടെത്തി വരുന്നതേയുള്ളൂ എന്നും മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഫൈബർ ശൃംഖലയിൽ 4,300 കിലോമീറ്റർ പാട്ടത്തിന് നൽകാനായെന്നും അത് 1000 കിലോമീറ്റർ ആകുമെന്നും അതുവഴി വരുമാനം വരുമെന്നൊക്കെയാണ് കഴിഞ്ഞ മാസം കെ ഫോൺ അധികൃതർ പുറത്തുവിട്ട ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ അവകാശവാദം. പദ്ധതി ചെലവും പരിപാലന തുകയും കിഫ്ബി വായ്പാ തിരിച്ചടവുമടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാൻ എന്നിരിക്കെ പ്രതിസന്ധിയിലാണ് പദ്ധതിയെന്ന് പറയാതെ പറയുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്.